ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് PSC പരീക്ഷയുടെ ഏറ്റവും കോർ സബ്ജക്റ്റുകളിലൊന്നായ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയും രൂപീകരണവും പ്രവർത്തനത്തെയും കുറിച്ചാണ്. നമുക്കതിലേക്ക് കടക്കാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, അതിൻ്റെ നോട്ടിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പ് ക്ലാസ് വൃത്തിയായി കേട്ട് പഠിക്കുക, എന്നിട്ട് നോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കാൻ. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്. ക്ലിയർ ആണേ? ഈ വാക്ക് ശ്രദ്ധിക്ക്, നിയമം. ഒരു നിയമത്തെ തുടർന്നാണ് ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു ഡൗട്ടും നിങ്ങൾക്ക് വരരുത്. ആ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അല്ലെങ്കിൽ മലയാളത്തിൽ നിയമാനുസൃത സ്ഥാപനം ആയിരിക്കും. അപ്പോൾ ഇനി ഒരു പരീക്ഷയ്ക്ക് പോയി തെറ്റിക്കരുത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. അപ്പോൾ എന്തൊക്കെയല്ല? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുമല്ല, എക്സിക്യൂട്ടീവ് ബോഡിയുമല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ നിയമാനുസൃത സ്ഥാപനമാണ്. മൂന്നാമത്തെ പോയിന്റ്, അങ്ങനെയാണെങ്കിൽ ഈ നിയമത്തിലെ എത്രാമത്തെ ചാപ്റ്ററിൽ എത്രാമത്തെ സെക്ഷനിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? കൃത്യമായി പഠിക്കുക. നമ്മൾ കഴിഞ്ഞ സെഷനിലും പഠിച്ചതാണ്. 2, 3, 4 എന്ന് പഠിക്കുക. ദേശീയം, സംസ്ഥാനം, ജില്ല. സെക്ഷൻ പഠിക്കാൻ തൊട്ടടുത്ത് 3 എഴുതുക, 13 എഴുതരുത്, 14 എഴുതുക, അടുത്ത നമ്പർ 25 എഴുതുക. അപ്പോൾ നോക്ക്, നമുക്ക് പഠിക്കേണ്ടത് സംസ്ഥാനമാണ്. അപ്പോൾ ഒരിക്കലും തെറ്റിക്കരുത്. മൂന്നാമത്തെ ചാപ്റ്റർ, സെക്ഷൻ 14. ഇത് പ്രകാരമാണ് ഇന്ത്യയിൽ എല്ലായിടത്തും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചതും മൂന്നാമത്തെ ചാപ്റ്ററിൽ 14ാമത്തെ സെക്ഷൻ പ്രകാരമാണ്. ക്ലിയർ ആണ്? ശരി. അപ്പോൾ നാലാമത്തെ പോയിന്റ്, നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സ്വയം ഭരണം ഉണ്ടോ എന്നുള്ളതാണ്. തെറ്റിക്കേ ചെയ്യരുതേ, സ്വയംഭരണം ഇല്ലാത്ത സ്ഥാപനമാണ്. ഡൗട്ട് വരരുത്. പിന്നെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? കൃത്യമായി പഠിച്ചോളുക. കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. സർക്കാരിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്തുണ്ട്. അപ്പോൾ 2005 നിയമപ്രകാരം വന്നു. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ചാപ്റ്റർ 3 സെക്ഷൻ 14 പരാമർശിക്കുന്നു. സ്വയംഭരണമില്ല, കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു. ശരി. ഈ നിയമം എന്ന് പറയുന്നത് ഒരു കേന്ദ്ര നിയമമായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളും ഇത് നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അതായത് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കണമായിരുന്നു. ശ്രദ്ധിച്ചോ, ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച, ഞാൻ വീണ്ടും എഴുതുകയാണ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി സ്ഥാപിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇങ്ങനൊരു പ്രസ്താവന തന്നാൽ ശരിയാണ്. ഇങ്ങനൊരു പ്രസ്താവന തന്നാൽ ശരിയാണ്. അപ്പോൾ കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ച വർഷം 2007 മെയ് മാസം 4-ാം തീയതി. 2007 മെയ് 4. തെറ്റിക്കേ ചെയ്യല്ലേടേ, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് രൂപീകരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആയിരുന്നത് 2006 മുതൽ 2011 വരെയാണ്. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് എഴുതി വയ്ക്കരുത്, AK ആന്റണി എന്ന് എഴുതി വയ്ക്കരുത്. VS അച്യുതാനന്ദനായിരുന്നു 2007 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനമാണ് കേരളം. ഇത് ഈ നിയമത്തിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ദുരന്ത നിവാരണ നിയമത്തിൽ നമ്മുടെ ഒരു സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കണം എന്നൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് സംസ്ഥാനമാണ്. അങ്ങനെ ഈ ദുരന്ത നിവാരണ നിയമം നടപ്പിലാക്കാൻ വേണ്ടി കേരള സർക്കാർ കേരളത്തിൻ്റെ ഒരു ദുരന്ത നിവാരണ ചട്ടം, കേരളത്തിലെ ദുരന്ത നിവാരണ ചട്ടം കൊണ്ടുവന്നു. ഈ ചട്ടം നിലവിൽ വന്നതും 2007. തെറ്റിക്കരുതേ, മറന്നു പോകരുത്. ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ അശ്രദ്ധയായിട്ടാണ് ക്ലാസ് കേൾക്കുന്നതെങ്കിലേ നിങ്ങൾക്ക് തെറ്റുള്ളൂ. പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ഒരിക്കലും തെറ്റില്ല. ദുരന്ത നിവാരണ നിയമം 2005 ആണ്. ആ നിയമത്തെ അനുസരിച്ചാണ് കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചത്. കേരളത്തിൽ 2007 മെയ് 4 സ്ഥാപിച്ചു. പക്ഷേ ഇതിനകത്തുള്ള ഇതിൻ്റെ ആസ്ഥാനം എവിടെയായിരിക്കണം, ഇതിൻ്റെ ആപ്തവാക്യം എന്തൊക്കെയായിരിക്കണം, ഇതിൻ്റെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കണം ആരായിരിക്കണം എന്നൊന്നും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ആ സംസ്ഥാനം തന്നെ ഡിസൈഡ് ചെയ്യാം. അതിനുവേണ്ടി ആ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്നതാണ് കേരള ദുരന്ത നിവാരണ ചട്ടം. അത് വന്ന വർഷവും 2007. 9ാമത്തെ പോയിന്റ്, ലോക ബാങ്കിൻ്റെ പുരസ്കാരം
കരസ്ഥമാക്കിയ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ലോക ബാങ്കിൻ്റെ പുരസ്കാരം കരസ്ഥമാക്കിയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു തവണ റിവിഷൻ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകണം. ഞാനിത് ഓരോന്നായിട്ട് സ്ട്രൈക്ക് ഔട്ട് ചെയ്യണേ, നിങ്ങൾ പഠിച്ചോളണേ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2005 ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരമാണ്. പഠിച്ചേ, ഇതൊരു നിയമാനുസൃത സ്ഥാപനമാണ്. പ്രസ്താവന ശരിയാണ്. ദുരന്ത നിവാരണ നിയമത്തിലെ 3-ാം അധ്യായം സെക്ഷൻ 14 പ്രകാരം രൂപീകരിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾക്ക് സ്വയംഭരണം ഇല്ല. കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. 2007 മെയ് 4 VS-ന്റെ കാലഘട്ടത്തിൽ രൂപീകരിച്ചു. കേരള ദുരന്ത നിവാരണ ചട്ടങ്ങൾ വന്നതും 2007. ലോക ബാങ്കിൻ്റെ ഏറ്റവും മികച്ച ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ള പുരസ്കാരം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും തുടരാം. 10ാമത്തെ പോയിന്റ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. തെറ്റിക്കരുത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇനിയും ചോദിക്കും. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം എന്താണ്? സുരക്ഷായനം എന്നാണ് ഇതിൻ്റെ ആപ്തവാക്യം. എന്താണ്? സുരക്ഷായനം എന്നാണ് ഇതിൻ്റെ ആപ്തവാക്യം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കും. എക്സാമിന് ചോദിക്കേ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാര്? കേരള മുഖ്യമന്ത്രി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാര്? കേരള മുഖ്യമന്ത്രി. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ ആരായിരിക്കും? VS അച്യുതാനന്ദൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ VS അച്യുതാനന്ദനാണ്. ക്ലിയർ ആണ്? അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഫാക്റ്റ് ഒന്ന് പഠിച്ചാലോ, ഒന്ന് റിവിഷനായിട്ട്. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. 2005 ദുരന്ത നിവാരണ നിയമത്തിലെ ചാപ്റ്റർ 3 സെക്ഷൻ 14 അനുസരിച്ച് രൂപീകരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണാധികാരമില്ലാത്ത അതോറിറ്റിയായി രൂപീകൃതമായി 2007 മെയ് 4. ഓക്കെ, ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ഒബ്സർവേറ്ററി ഹിൽസ്. കേട്ടോ, തിരുവനന്തപുരത്ത് എവിടെ? ഒബ്സർവേറ്ററി ഹിൽസ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം സുരക്ഷായനം എന്നാണ്, അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തിലേക്ക്, ടുവേഡ്സ് എ സേഫർ സ്റ്റേറ്റ്. സുരക്ഷായനം, സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ ടുവേഡ്സ് എ സേഫർ സ്റ്റേറ്റ്. ഇനി ഔദ്യോഗിക വെബ്സൈറ്റോ www.sdma.kerala.gov.in www.sdma.kerala.gov.in ഇതാണ് ഔദ്യോഗിക വെബ്സൈറ്റ്. ലോകബാങ്ക് ഏറ്റവും മികച്ച ദുരന്ത നിവാരണ അതോറിറ്റിയായി തിരഞ്ഞെടുത്തത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. തെറ്റിക്കരുത്, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. CEO, ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. ആരാണ്? സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളെക്കുറിച്ചാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുകയെ, തെറ്റിക്കുകയെ ചെയ്യരുത്. ഇവിടെ നമ്മുടെ ദുരന്ത നിവാരണ ചട്ടപ്രകാരം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ 10 അംഗങ്ങൾ വരെ ആവാം. എത്ര പേരാണ്? 10. പക്ഷെ 10 പേര് വരെ ആകാം എന്നാണ് പറയുന്നത്. നിലവിൽ 10 പേരൊന്നും ഇല്ല. പക്ഷെ നിങ്ങളോട് ചോദിക്കുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം. ചോദിച്ച ഡൗട്ട് വരല്ലേ? 10. പക്ഷെ 10 വരെ ആകാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉള്ള അംഗങ്ങളെ നമുക്കൊന്ന് പഠിച്ചാലോ? കാണാപ്പാഠം പഠിക്കരുത്, നിങ്ങൾ മറന്നുപോകും. ഞാൻ ഈ പറയുന്ന ഒരു ഐഡിയ, നമുക്കൊരു അറിവാണ്, ഒരു ഐഡിയയാണ് ഒരു പരീക്ഷയ്ക്ക് വേണ്ടത്. ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മുടെ നാട്ടിലൊരു ദുരന്തം നടക്കുകയാണ്. ശ്രദ്ധിക്കണേ, ആ ദുരന്തം നടക്കുമ്പോൾ ആ ദുരന്തത്തിൻ്റെ നിവാരണ പ്രവർത്തനത്തിനായി എല്ലാ വകുപ്പുകളെയും നമ്മൾ ഏകോപിപ്പിക്കേണ്ടി വരും. ഉദാഹരണം, പോലീസിനെ ഏകോപിപ്പിക്കണം, ആരോഗ്യ പ്രവർത്തകരെ ഏകോപിപ്പിക്കണം, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ ഏകോപിപ്പിക്കണം, പ്രാദേശിക ഗവൺമെൻറ്റുകളെ ഏകോപിപ്പിക്കണം. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും നമ്മൾ ഏകോപിപ്പിക്കണം. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏതു മന്ത്രി പറഞ്ഞാൽ മാത്രമേ അനുസരിക്കുകയുള്ളൂ? അങ്ങനെ ആലോചിച്ചു. അതിൻ്റെ ഉത്തരം 1ാമത്തെ സെറ്റിൽ ആയി. എല്ലാ വകുപ്പുകളും CM പറയുന്നതേ അനുസരിക്കുകയുള്ളൂ. അപ്പോൾ 1ാമത്തെ അംഗം CM. എല്ലാ വകുപ്പുകളും ഏത് സെക്രട്ടറി പറഞ്ഞാലേ കേൾക്കുകയുള്ളൂ? ചീഫ് സെക്രട്ടറി. അപ്പോൾ നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ നിലവിൽ 2 അംഗങ്ങളെ പഠിച്ചു, CM-ഉം CS-ഉം. അത് ഞാൻ ഓർത്തിരിക്കുന്നതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എങ്ങനെയാണ്? ഒരു ദുരന്തം നടക്കുമ്പോൾ എല്ലാ വകുപ്പിനെയും നമ്മൾ ഏകോപിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് CM-ഉം CS-ഉം എന്ന് പറയുന്നത്. ശരി, അടുത്ത സെറ്റിനെ നമ്മൾ എങ്ങനെ പഠിക്കും? കേരളത്തിലെ ദുരന്ത നിവാരണം എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ദുരന്ത നിവാരണ വകുപ്പ് എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൻ്റെ എക്സ്റ്റൻഷനാണ്. സംസ്ഥാന
ലാൻഡ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ദുരന്ത നിവാരണ അതോറിറ്റിയിൽ റവന്യൂ മിനിസ്റ്ററും കാണും, റവന്യൂ സെക്രട്ടറിയും കാണും. ലാൻഡ് റവന്യൂ മിനിസ്റ്ററും ലാൻഡ് റവന്യൂ സെക്രട്ടറി. ഞാൻ ഈ പറയുന്ന രീതിയിൽ മാത്രമേ പഠിക്കാവൂ. എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കാൻ വരും. അതാണ് CMഉം CS. പിന്നെ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ അല്ലേ, അപ്പോൾ റവന്യൂ മിനിസ്റ്ററും റവന്യൂ സെക്രട്ടറിയും. പിന്നെ നിങ്ങൾ എവിടെ എന്ത് ആക്സിഡന്റ് ഉണ്ടായാലും അപകടം ഉണ്ടായാലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, അവിടെ ഓടിയെത്തുന്ന ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് പോലീസുകാരാണ്. ആ പോലീസുകാരുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോം ഡിപ്പാർട്ട്മെന്റ്. ഹോം മിനിസ്റ്ററും ഇതിനകത്ത് അംഗമാണ്, ഹോം സെക്രട്ടറിയും അംഗമാണ്. ക്ലിയർ ആണ്? ഏഴാമത്തത്, എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ നടന്ന പത്രത്തിൽ ഹെഡിങ് വരുന്ന കണ്ടിട്ടില്ലേ? 300 കോടി രൂപയുടെ കൃഷിനാശം, 100 കോടി രൂപയുടെ കൃഷിനാശം, കർഷകർക്ക് 1000 കോടി രൂപയുടെ നഷ്ടം. അപ്പോൾ ഉറപ്പായിട്ട് ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയിൽ കൃഷി മന്ത്രിയെ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. പക്ഷേ ഒരു കാരണവശാലും പഠിക്കരുത്, കൃഷിയുടെ സെക്രട്ടറി ഇല്ല. വീണ്ടും പറയുന്നു, അഗ്രികൾച്ചർ സെക്രട്ടറി ഇല്ല, കൃഷി മന്ത്രി മാത്രം. ഇതാണ് കറക്റ്റായിട്ട് വരേണ്ട 7 പേര്. +3 ടെക്നിക്കൽ എക്സ്പേർട്ടിനെ കൂടി നമുക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ സെസ് പോലുള്ള സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാൻഡ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്ന ILDM, പിന്നെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ, ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ എക്സ്പേർട്ടിനെ 3 പേരെയും കൂടെ ഉൾപ്പെടുത്താം. അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നിലവിൽ അതിൽ പ്രവർത്തിക്കുന്ന ഒരാൾ നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ എന്നൊരു സ്ഥാപനമുണ്ട്. എന്ന് പറഞ്ഞാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടെക്നിക്കൽ വിഭാഗം. ഈ ടെക്നിക്കൽ വിങ്ങിൻ്റെ തലവനായ ഒരു ഹെഡ് സയൻറ്റിസ്റ്റ്, ആ തലവൻ്റെ പേര് ഹെഡ് സയൻറ്റിസ്റ്റ് എന്നാണ് ആ സ്ഥാനപ്പേര്. അപ്പോൾ SCOCയുടെ ഹെഡ് സയൻറ്റിസ്റ്റും കൂടെ ഇതിൽ അംഗമാണ്. നിലവിൽ ഈ പറയുന്ന 8 പദവികളെയാണ് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിലവിലത്തെ അവസ്ഥയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആരൊക്കെയാണ്? CMഉം CS ഉം. അപ്പോൾ അതെങ്ങനെ ഓർക്കണം? ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിക്കണേടെ. ഒരു ദുരന്തം ഒരു സ്ഥലത്തുണ്ടായാൽ എല്ലാ വകുപ്പുകളെയും അവിടെ എത്തിക്കണം. അതിന് ഒരാൾക്കേ പറ്റൂ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ചീഫ് സെക്രട്ടറി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ അംഗം CM, രണ്ടാമത്തെ CS. ദുരന്ത നിവാരണം എന്ന വകുപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റവന്യൂലല്ലേ, അപ്പോൾ റവന്യൂ മിനിസ്റ്ററും റവന്യൂ സെക്രട്ടറിയും. പോലീസുകാരെത്താതെ എന്തെങ്കിലും ദുരന്ത നിവാരണം ഉണ്ടോ? ഇല്ല, ഹോം മിനിസ്റ്ററും ഹോം സെക്രട്ടറിയും. പിന്നെ കൃഷിനാശം ഓർത്തോളണം, കൃഷി മന്ത്രി. പിന്നെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ തലവൻ ഹെഡ് സയൻറ്റിസ്റ്റ്, അദ്ദേഹം അംഗമാണ്. ഇപ്പം നിലവിൽ 8 പേരാണ്. 8 പദവികളുണ്ടെങ്കിലും ആളുകളെ എണ്ണി നോക്കി 6 പേരെ നമുക്ക് കാണാൻ പറ്റൂ. കാരണം കേരളത്തിൻ്റെ CMഉം കേരളത്തിൻ്റെ ഹോം മിനിസ്റ്ററും ഒരേ ആൾ തന്നെയാണ്, പിണറായി വിജയൻ. അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും ഹോം സെക്രട്ടറിയും ഒരേ ആളാണ്. അപ്പോൾ ചുരുക്കത്തിൽ ആളെണ്ണി നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4 ഇവരെ ഒഴിവാക്കാം, ഈ മേളിൽ പറഞ്ഞവർ തന്നെയാണ്. 5, 6 പേരെയെ നമുക്ക് ഇതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫോട്ടോ കാണാൻ കഴിയുള്ളൂ. കാരണം 8 പദവികളുണ്ട്, പക്ഷെ 6 പേരേ ഉള്ളൂ. ഈ ഹോം മിനിസ്റ്ററിൻ്റെ പദവി CMനും ഹോം സെക്രട്ടറിയുടെ പദവി CS-നുമാണ്. അപ്പോൾ ആ 2 സീറ്റ് ഒഴിവാകും. അങ്ങനെ 6 പേരുടെ ഫോട്ടോയെ നമുക്കിതിൽ കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? PSC എന്തായിരിക്കും ചോദിക്കുന്നത്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 10. അതിൽ ഡൗട്ട് വേണ്ട. പിന്നെ താഴെ തന്നിരിക്കുന്നതിൽ അംഗമല്ലാത്തതാര്? അത് നമുക്കറിയാം. അംഗം ഉള്ളത് CM, CS, RM, RS, HM, HS, ഹോം മിനിസ്റ്ററും ഹോം സെക്രട്ടറിയും, കൃഷി മന്ത്രി, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ ഹെഡ് സയൻറ്റിസ്റ്റ്. ഇതിലെ ചെയർമാൻ CM ആണ്, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. ആരാണ് വൈസ് ചെയർമാൻ? റവന്യൂ മന്ത്രി. എന്നാൽ ഇതിൻ്റെ സമ്മേളനങ്ങൾ മുഴുവൻ വിളിച്ചു ചേർക്കുന്നത് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി വർഷത്തിൽ 1 തവണയെങ്കിലും സമ്മേളിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ സെക്രട്ടറിയാണ്. തെറ്റിക്കല്ലേടെ, ഇമ്പോർട്ടൻ്റ് ചോദ്യം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ സെക്രട്ടറി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ സെക്രട്ടറി. അദ്ദേഹമാണ് ഇതിൻ്റെ കൺവീനർ. അതുപോലെ ദുരന്ത നിവാരണ വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനും റവന്യൂ സെക്രട്ടറിയാണ്. കാരണം വകുപ്പ് എന്ന് പറഞ്ഞാൽ റവന്യൂ വകുപ്പിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ റവന്യൂ സെക്രട്ടറി. പിന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മിനിമം 2 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് വേണം എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിൽ മെമ്പർ ആയിരിക്കുകയും ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു പദവിയിൽ കൂടെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ മിനിമം 2 എക്സ് ഒഫീഷ്യോ ഉറപ്പായിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പഠിച്ച 8 പേരില്ലേ, ഇവരെല്ലാവരും ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ അംഗങ്ങളും എന്ത് തന്നെയാണ്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് തന്നെയാണ്. പക്ഷെ മിനിമം എത്ര വേണമെന്നാണ് പറയുന്നത്? 2. ക്ലിയർ ആണ്? അംഗങ്ങളിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചോ, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂളിൻ്റെ സെക്ഷൻ 3 പ്രകാരം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ 10 അംഗങ്ങളാണുള്ളത്. എത്ര അംഗങ്ങളാണ്? 10 അംഗങ്ങളാണുള്ളത്. സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനാണ്, എക്സ് ഒഫീഷ്യോ ആണ്. പിന്നെ നോക്ക്, നമ്മൾ പഠിച്ച പോലെ പഠിക്കാമേ. CMഉം CS-ഉം. ഓക്കെ. പിന്നെ റവന്യൂ വകുപ്പല്ലേ, റവന്യൂ മന്ത്രിയും റവന്യൂ സെക്രട്ടറിയും. പിന്നെ ആഭ്യന്തര വകുപ്പല്ലേ, പോലീസ്, ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര സെക്രട്ടറിയും. പിന്നെ ആരാണ്? കൃഷി മന്ത്രി, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ ഹെഡ് സയൻറ്റിസ്റ്റ്. അവരെല്ലാവരും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് തന്നെയാണ്. ഓക്കെ. ഇതിൽ നമ്മൾ പഠിച്ചു ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രി,
വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രി. ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഒന്ന് വഹിക്കുന്നത് ലാൻഡ് റവന്യൂ സെക്രട്ടറി. തെറ്റിക്കല് നല്ലൊരു മാർക്കായിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. KSDMA വകുപ്പ് മേധാവി, അതായത് ദുരന്ത നിവാരണ വകുപ്പിന്റെ മേധാവി ലാൻഡ് റവന്യൂ സെക്രട്ടറിയാണ്. KSDMA സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്ന ഇദ്ദേഹമാണ്. വർഷത്തിൽ ഒരു തവണയെങ്കിലും KSDMA യോഗം ചേർന്നിരിക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ, സമ്മേളനം വിളിച്ചു ചേർക്കുന്ന കൺവീനറാണ് അദ്ദേഹം. റവന്യൂ സെക്രട്ടറിയാണ് കൺവീനർ. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ ചട്ടങ്ങൾ നമ്മൾ പഠിച്ചു. ചട്ടങ്ങൾ ഒന്ന് ഏത് വർഷമാണ്? 2007. അപ്പോൾ 2005 എന്താണ്ട്? ഇനി തെറ്റിക്കല്ലേ. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം. കേരളത്തിൽ ദുരന്ത നിവാരണ ചട്ടം വരുന്നത് 2007. ഇനി കേരളത്തിൽ ദുരന്ത നിവാരണ നയമുണ്ട്, പോളിസി 2010. പതുക്കെ സാവധാനത്തിൽ ഒരു മിനിറ്റ് എടുത്ത് പഠിക്കുക. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005. കേരളത്തിൻ്റെ ദുരന്ത നിവാരണ ചട്ടം 2007. കേരളത്തിൻ്റെ ദുരന്ത നിവാരണ ചട്ടം 2007. കേരളത്തിൻ്റെ ദുരന്ത നിവാരണ നയം 2010. പരീക്ഷയ്ക്ക് ചോദിക്കും. ലാൻഡ് റവന്യൂ സെക്രട്ടറി മറക്കേ ചെയ്യരുത്. ശരി, നമ്മൾ പഠിച്ച എന്താണ്? ചെയർമാൻ ഉൾപ്പെടെ 2 അംഗങ്ങളെയാണ് എക്സ് ഒഫീഷ്യോ ആയി നിഷ്കർഷിച്ചിട്ടുള്ളത്. എന്നാൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ബഹുഭൂരിപക്ഷ അംഗങ്ങളും എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണെന്ന കാര്യം ശ്രദ്ധേയമാണ്. ഇത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുഴുവൻ ഘടന. ഇതിന്റെ ടെക്നിക്കൽ വിങ്ങിന്റെ പേര് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്നാണ്. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ഇവര് ടെക്നിക്കൽ കാര്യങ്ങളാണ് നോക്കുന്നത്, ടെക്നിക്കൽ സൈഡാണ് നോക്കുന്നത്. ഓക്കെ. എന്നാൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു കാര്യനിർവഹണ വിഭാഗമുണ്ട്. തെറ്റിക്കേ ചെയ്യല്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. എന്താണ്? കാര്യനിർവഹണ വിഭാഗം. അപ്പം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു ടെക്നിക്കൽ വിഭാഗമുണ്ട്. അതിന്റെ പേര് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. എന്നാൽ കാര്യനിർവഹണ വിഭാഗത്തിന്റെ പേര് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. ഇതിനകത്ത് 5 പേരേ ഉള്ളൂ. ഞാനൊരു കാര്യം 3 തവണ പറയാം, തലയിൽ കയറാൻ വേണ്ടിയാണ്. കാര്യനിർവഹണ വിഭാഗത്തിൽ മന്ത്രിമാരാരുമില്ല. കാര്യനിർവഹണ വിഭാഗത്തിൽ മന്ത്രിമാരാരുമില്ല. കാര്യനിർവഹണ വിഭാഗത്തിൽ മന്ത്രിമാരാരുമില്ല. 5 സെക്രട്ടറിമാരേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും, അയ്യോ ഇപ്പോൾ കുറേ അംഗങ്ങളെ പഠിച്ചേ ഉള്ളൂ, ഇനിയിപ്പോൾ അടുത്ത അംഗങ്ങളെ പഠിക്കണം. ഒന്നുമില്ല. നമ്മൾ നേരത്തെ പഠിച്ച സെക്രട്ടറിമാരല്ലേ, അവരെ നിങ്ങളൊന്ന് പറഞ്ഞോ. ചീഫ് സെക്രട്ടറി, മനസ്സിൽ പറ. റവന്യൂ സെക്രട്ടറി, ഓക്കെ. ഹോം സെക്രട്ടറി. ഈ 3 പേരായില്ലേ. ഇനി 2 പേരെ കൂടെ പഠിച്ചാൽ മതി. 1 ഹെൽത്ത് സെക്രട്ടറിയും 2 ഫിനാൻസ് സെക്രട്ടറിയും. ഈ 5 പേരടങ്ങുന്നതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ എന്താണ് കാര്യനിർവഹണ സമിതി? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന KSDMA കീഴിലുള്ള സ്ഥാപനമാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. KSDMA ഭരണപരമായ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന്, ഏകോപനം നടത്തുന്നതിനും ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് രൂപം നൽകിയ സ്ഥാപനമാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇതിൽ അംഗങ്ങൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 5. സമിതിയുടെ ചെയർമാൻ ചീഫ് സെക്രട്ടറി. റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറിയാണ് ഇതിന്റെ കൺവീനർ. അപ്പോൾ ചെയർമാൻ എപ്പോഴും ചീഫ് സെക്രട്ടറി ആയിരിക്കും, കാരണം ഏറ്റവും ഉയർന്ന ആൾ അദ്ദേഹമാണ്. സെക്രട്ടറി റവന്യൂ വകുപ്പാണ് ഇതിന്റെ കൺവീനർ. പിന്നെ ആരൊക്കെ ഉണ്ട്? ഫിനാൻസ് സെക്രട്ടറി ഉണ്ട്, ഹോം സെക്രട്ടറി ഉണ്ട്, ഹെൽത്ത് സെക്രട്ടറി ഉണ്ട്. ഇവരെല്ലാം ചേർന്ന് 5 പേരടങ്ങുന്നതാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഒന്നുകൂടി, ചീഫ് സെക്രട്ടറി, റവന്യൂ സെക്രട്ടറി, ഹോം സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, ഹെൽത്ത് സെക്രട്ടറി. ഇവരെല്ലാം ചേരുന്നതാണ്. ഇതിലെ ചെയർമാൻ ചീഫ് സെക്രട്ടറിയും വൈസ് ചെയർമാൻ കൺവീനർ റവന്യൂ സെക്രട്ടറിയുമാണ്. ഓക്കെ. നമ്മൾ നേരത്തെ പഠിച്ചു. കേരളത്തിലെ, വീണ്ടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 ഇത് ഒരു കേന്ദ്ര നിയമമാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. ഇതൊരു കേന്ദ്ര നിയമമാണ്. എന്നാൽ ഈ നിയമത്തെ തുടർന്ന് കേരളം ദുരന്ത നിവാരണ ചട്ടം കൊണ്ടുവന്നു. തെറ്റിക്കല്ലേടെ. 2007 കേരളത്തിലെ ദുരന്ത നിവാരണ ചട്ടം 2007. എന്നാൽ കേരളത്തിന് ഒരു ദുരന്ത നിവാരണ നയമുണ്ട്. നയം അത് 2010. ഇത് 3ഉം തെറ്റരുത്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങോ തെറ്റായ ജോഡിയൊക്കെ ചോദിക്കും, പോയി തെറ്റിക്കരുത്. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 ഇത് പ്രകാരമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ രൂപീകരിച്ചത്. എന്നാൽ കേരളത്തിനൊരു ചട്ടമുണ്ട്, അത് 2007. കേരളത്തിൻ്റെ ദുരന്ത നിവാരണ നയം 2010. കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി, കേരള ദുരന്ത നിവാരണ നയം ഏത് വർഷം? 2010. ദുരന്ത നിവാരണ നയം അനുസരിച്ച് ദുരന്തങ്ങളെ 5ആയി തിരിച്ചിരിക്കുന്നു. അതായത് വീണ്ടും ഞാൻ പറയുന്നു, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു നയമുണ്ട് കേരളത്തിലെ. ആ നയത്തിൽ കേരളത്തിൽ ഉണ്ടാവുന്ന ദുരന്തങ്ങളെ പ്രധാനമായും 5ആയി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാറ്റഗറി മുതൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കേരളത്തിൻ്റെ ദുരന്ത നിവാരണ നയം 2010. തെറ്റിക്കല്ലേടേ, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ നമ്മുടെ ദുരന്തങ്ങളെ എത്രയായി കാറ്റഗറി ചെയ്യുന്നു? 5ആയിട്ട് കാറ്റഗറി ചെയ്യുന്നു. ഒന്നാമത്തെ കാറ്റഗറി കാണാപ്പാടം പഠിക്കരുതേ.
ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. അതായത് നമ്മുടെ നയമാണ് 2010 കേരള സംസ്ഥാനത്തിനൊരു നയമുണ്ട്. ആ നയത്തിൽ 2010 5 കാറ്റഗറി ദുരന്തമായിട്ട് തിരിച്ചു. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ് തുടങ്ങിയവയൊക്കെ കാലാവസ്ഥയോ വെള്ളവുമായി അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ട, ഇതാണ് കാറ്റഗറി 1. കാറ്റഗറി 2 തെറ്റിക്കരുതേ, ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. ഭൗമഘടനയുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ, ഭൗമഘടന എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഘടന. ആ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ദുരന്തം ഉണ്ടാവാം? കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്. ഭൂകമ്പം ഉദാഹരണമാണ്, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ഡാമിൻ്റെ ബലക്ഷയം, പിന്നെ ഏറ്റവും പ്രധാനം സുനാമി. ഈ സുനാമി ഏത് കാറ്റഗറി എന്ന് ചോദിക്കുമ്പോൾ ചില കുട്ടികൾ എഴുതും കാറ്റഗറി 1 ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതി വയ്ക്കും. തെറ്റിക്കരുത്, സുനാമി വരുന്നത് ഭൗമഘടനയിലാണ്. എടുത്തെടുത്ത് പഠിപ്പിക്കുകയാണ്. സുനാമി വരുന്നത് ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തത്തിലാണ്. ഇനി അടുത്ത കാറ്റഗറി 3 രാസവ്യവസായ ആണവ ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഇല്ലേ, അല്ലെങ്കിൽ വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന വാതകം, പിന്നെ അല്ലെങ്കിൽ ആണവ റിയാക്ടറുകൾ, അവയുടെ പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടാവുന്ന അത്യാഹിത ദുരന്തങ്ങളെയാണ് രാസവ്യവസായ ആണവ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. കാറ്റഗറി 3. കാറ്റഗറി 4 മനുഷ്യൻ്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ജൈവഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. നമുക്ക് വരുന്ന ഈ പകർച്ചവ്യാധികൾ, അസുഖങ്ങൾ, പ്രാണികൾ മൂലം ഉണ്ടാവുന്ന പകർച്ചവ്യാധികൾ, ഇതെല്ലാം വരുന്നത്, അസുഖം പോലും COVID-19 പോലും കാറ്റഗറി 4 ജൈവഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തം. കാറ്റഗറി 5 മനുഷ്യനിർമ്മിതമായ അപകടങ്ങൾ. നമ്മൾ തന്നെ അമ്പലത്തിലൊക്കെ വെടിക്കെട്ടൊക്കെ നടത്തുമ്പോൾ അപകടം ഉണ്ടാവാറില്ലേ, അതൊക്കെയാണ് കാറ്റഗറി 5 വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് 2010 കേരള സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ നയം അനുസരിച്ച്, ദുരന്ത നിവാരണ നയം 2010 അനുസരിച്ച് ദുരന്തങ്ങളെ 5 ആയിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. മനസ്സിരുത്തി പഠിച്ചോ. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. 2 ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. 3 രാസവ്യവസായ ആണവ ദുരന്തങ്ങൾ. 4 ജൈവഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. 5 മനുഷ്യനിർമ്മിത അപകടങ്ങൾ. അപ്പോൾ നോക്കിക്കേ, കാറ്റഗറി 1 ജലം, കാലാവസ്ഥ, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഇടിമിന്നൽ, ചുഴലിക്കാറ്റ്, വരൾച്ച, ഹിമപാതം, പേമാരി, ഇതെല്ലാം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ നയം അനുസരിച്ച് കാറ്റഗറി 1. കാറ്റഗറി 2 ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. ഭൂകമ്പം, സുനാമി. കാറ്റഗറി 2 ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അഗ്നിപർവ്വത സ്ഫോടനം, ഡാമുകൾക്കുണ്ടാകുന്ന അപകടങ്ങൾ, ഇതെല്ലാം കാറ്റഗറി 2 ആണ്. രാസവ്യവസായ ആണവ ദുരന്തങ്ങൾ, ഭോപ്പാൽ ദുരന്തം, ചെർണോബിൽ ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിഷവാതകം, ചോർച്ച, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ്, നമ്മൾ കെമിക്കൽ ഗ്യാസ് കൊണ്ടുപോകുമ്പോൾ അപകടത്തിൽപ്പെട്ട് അതിൽ നിന്ന് ലീക്കാവുന്നത്, അതെല്ലാം വരുന്നത് കാറ്റഗറി 3യിലാണ്. ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, പകർച്ചവ്യാധി, ഭക്ഷ്യവിഷബാധ, വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന പകർച്ചവ്യാധികൾ, കീടങ്ങൾ മൂലമുള്ള വ്യാധികൾ തുടങ്ങിയവയാണ് കാറ്റഗറി 4. കാറ്റഗറി 5 ചെറുതും വലുതുമായ അപകട ദുരന്തങ്ങൾ. ഉദാഹരണം തീപിടുത്തം, സ്ഫോടനങ്ങൾ, എയർ റോഡ് റെയിൽവേ ദുരന്തങ്ങൾ, ഓയിൽ ചോർച്ച, വൈദ്യുത അപകടങ്ങൾ, വെടിക്കെട്ട് അപകടങ്ങൾ, ഫെസ്റ്റിവൽ ഡിസാസ്റ്റേഴ്സ്, ഇതെല്ലാം വരുന്നത് കാറ്റഗറി 5ലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ മാർക്ക് പോവും. ഈ 5 കാറ്റഗറിയും വൃത്തിയായി പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ: 1 സംസ്ഥാനത്തിനൊരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക. കേരളം രൂപീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഏത് വർഷം? 2010. ഇതിലാണ് ദുരന്തങ്ങളെ എത്ര കാറ്റഗറിയായി തിരിച്ചത്? 5. പഠിച്ചേ. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. സൈന്യത്തിൻ്റെയും കേന്ദ്ര സേനകളുടെയും ഏകോപനം നടത്തുക. അപ്പോൾ ദുരന്ത നിവാരണ നയം കൊണ്ടുവരണം, ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കണം, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം, സൈന്യത്തിൻ്റെയും കേന്ദ്ര സേനകളുടെയും ഏകോപനം നടത്തുക. ഇതൊക്കെയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ വരുന്നത്. ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങൾ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങൾ എന്തൊക്കെയാണ്? 1 സൂര്യാഘാതം. ഇത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അല്ല, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുത്ത് ഡീൽ ചെയ്യേണ്ട ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? സൂര്യാഘാതം ഉൾപ്പെടുത്തിയ 2019ലാണ്. ശക്തമായ കാറ്റ്, മണ്ണൊലിപ്പ്, കടൽക്ഷോഭം, ഇടിമിന്നൽ, തീരശോഷണം, ഇവയൊക്കെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങളാണ്. ഒന്നുകൂടി: സൂര്യാഘാതം, ശക്തമായ കാറ്റ്,
മണ്ണൊലിപ്പ്, കടൽക്ഷോഭം, ഇടിമിന്നൽ, തീരശോഷണം. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ മറന്നുപോകും. ഞാനും ഇത് പഠിക്കുമ്പോഴും ഓർത്ത് വയ്ക്കുമ്പോഴും എനിക്കും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പം ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്, ഞാനൊരു ബീച്ചിൽ പോവുകയാണ്. ബീച്ചിൽ പോകുന്ന ആളുകളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് അത് വെച്ചിട്ടാണ് ഞാനൊന്ന് ഓർത്ത് വെച്ചേക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ പോകുന്നത് സൂര്യോദയം കാണാനും സൂര്യാസ്തമയവും കാണാനാണ് ആണല്ലോ. അപ്പോൾ സൂര്യാഘാതം. രണ്ടാമത് ചിലർ ബീച്ചിൽ പോണത് കാറ്റ് കൊള്ളാനല്ലേ, ഉറപ്പല്ലേ? രണ്ടാമത് ശക്തമായ കാറ്റ്. പിന്നെ ചിലർ പോകുന്നത് സൂര്യോദയം കാണണ്ട, സൂര്യാസ്തമയം കാണണ്ട, മണ്ണിൽ രൂപം ഉണ്ടാക്കി കളിക്കാൻ വേണ്ടി പോണവരെ കണ്ടിട്ടില്ലേ? ആ രൂപത്തെ തിരമാല വന്ന് അടിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അത് മണ്ണൊലിപ്പ്. അപ്പോൾ തിരമാല നശിപ്പിക്കുമ്പം തിരമാലയുടെ ക്ഷോഭം, അതായത് കടൽക്ഷോഭം. ഈ തിരമാല ശക്തമായിട്ട് വന്ന് ഇങ്ങനെ തീരത്ത് ഇടിക്കുന്നതായിട്ട് ആലോചിക്കുക, ഇടിക്കുകയാണ്. അപ്പോൾ ഇടിമിന്നൽ. അപ്പോൾ തീരമില്ലാതാവും, തീരശോഷണം. ഒന്നുകൂടി ബീച്ചിൽ പോകുന്നേ, ബീച്ചിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ പോ. പലരും വരുന്നത് സൂര്യോദയവും സൂര്യാസ്തമയവും കാണാനാണ്, സൂര്യാഘാതം. ചിലർ വരുന്നത് കാറ്റ് കൊള്ളാനാണ്, ശക്തമായ കാറ്റ്. ചിലർ പറയുന്നത് മണ്ണിൽ രൂപം ഉണ്ടാക്കാനാണ്, അത് കടൽ കൊണ്ടുപോകും, മണ്ണൊലിപ്പ്. അത് കടലിൻ്റെ ക്ഷോഭമാണ്, കടൽക്ഷോഭം. പിന്നെ ഈ തിരമാല ശോഭിച്ചു വന്ന് തീരത്ത് ഇടിക്കും, ഇടിമിന്നൽ. അപ്പോൾ ആ തീരം നശിക്കും, തീരശോഷണം. ഇതിങ്ങനെ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ നമുക്കറിയാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട ദുരന്തങ്ങൾ ഏതൊക്കെയൊന്ന് പഠിക്കാം. ഒന്നുകൂടി ബീച്ചിൽ പൊയ്ക്കോ. സൂര്യോദയം, സൂര്യാസ്തമയം, സൂര്യാഘാതം, കാറ്റ് കൊള്ളുന്നു, ശക്തമായ കാറ്റ്, മണ്ണിൽ രൂപം ഉണ്ടാക്കുന്നു, അത് കൊണ്ടുപോകുന്നു, മണ്ണൊലിപ്പ്, അത് കടലിൻ്റെ ക്ഷോഭമാണ്, കടൽക്ഷോഭം. ക്ഷോഭം മൂത്ത കടൽ വന്ന് തീരത്തിടിക്കും, ഇടിമിന്നൽ, തീരം നശിക്കും, തീരശോഷണം. ഇതെല്ലാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട ദുരന്തങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ഞാൻ നേരത്തെ പറഞ്ഞു, ടെക്നിക്കൽ വിഭാഗം, സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം. പരീക്ഷയ്ക്ക് ചോദിക്കും. KSDMA തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ടെക്നിക്കൽ വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. എല്ലാ ജില്ലകളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഈ SCOC ആണ്. അതായത് നമുക്ക് 14 ജില്ല ഉണ്ടല്ലോ, ഈ 14 ജില്ലയുടെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററാണ്. അടിയന്തര സാഹചര്യങ്ങൾ സംസ്ഥാനമൊട്ടാകെ സ്വീകരിക്കേണ്ട നടപടികൾ, ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ എന്നിവ ജില്ലകൾക്ക് നൽകുന്നതും സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. അപ്പോൾ നമ്മൾ ദേശീയം കഴിഞ്ഞു, സംസ്ഥാനം കഴിഞ്ഞു, അടുത്ത ജില്ല നമുക്കറിയാം. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ചാപ്റ്റർ 4 2, 3, 4 സെക്ഷൻ 25 3, 14, 25 അനുസരിച്ച് രൂപീകരിച്ചു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടർ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടർ. കോ ചെയർപേഴ്സണായി വെച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോ ചെയർപേഴ്സൺ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോ ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നതും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് എത്തിക്കുന്നതും ജില്ലാ അതോറിറ്റിയാണ്. ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നതും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് എത്തിക്കുന്നതും ജില്ലാ അതോറിറ്റിയാണ്. അതായത് ദുരന്തത്തെക്കുറിച്ചുള്ള വിവരങ്ങളും മുന്നറിയിപ്പുകളും ജില്ലകൾക്ക് കൊടുക്കുന്നത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററാണ്. പക്ഷേ പൊതുജനങ്ങളെ വീണ്ടും എടുത്തു പറയുന്നു, പൊതുജനങ്ങളെ ദുരന്ത മുന്നറിയിപ്പ് അറിയിക്കുന്നത് ജില്ലാ അതോറിറ്റിയാണ്. ജില്ലാ അതോറിറ്റിക്കും ഒരു അടിയന്തര കാര്യനിർവഹണ വിഭാഗമുണ്ട്, ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ, ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം. ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങൾക്കാണ് അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല. ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്ന കേന്ദ്രം, തെറ്റിക്കരുതേ, ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്ന കേന്ദ്രങ്ങൾ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററാണ്. ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ദുരന്തം ഉണ്ടാവാൻ ഇടയായാൽ ആരോഗ്യം, ക്രമസമാധാനം, എയർഫോഴ്സ്, പൊതുമരാമത്ത് തുടങ്ങിയ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ കേന്ദ്രങ്ങളുടെ ദൗത്യം. ഏത് കേന്ദ്രങ്ങളുടെ? ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 1077. എന്നാൽ സംസ്ഥാന അടിയന്തരഘട്ടം, അപ്പം ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൻ്റെത് 1077, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൻ്റെത് 1079. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. പരീക്ഷയ്ക്ക് ചോദിക്കും, സാധ്യതയുള്ളതാണ്. കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രോപ്പറായി ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ILDM. ദുരന്ത നിവാരണത്തിൽ പങ്കാളികളാവുന്നവർക്ക് പരിശീലനം നൽകുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരമാണ് ILDM രൂപീകരിച്ചത്. ILDMന്റെ ആസ്ഥാനം തിരുവനന്തപുരം. പരീക്ഷയ്ക്ക് ചോദിക്കുക, ILDMന്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. 96 റവന്യൂ വകുപ്പിന്റെ ഒരു സ്വയംഭരണ പരിശീലന സ്ഥാപനമായി രൂപം കൊണ്ടു. ഈ സ്ഥാപനത്തിന്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പുനർനാമകരണം ചെയ്തത് 2007 മുതലാണ്. അതിന് മുമ്പ് റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം മാത്രമായിരുന്നു. നെക്സ്റ്റ്, ദുരന്ത പ്രതികരണ സേനകൾ.
അതുപോലെ തന്നെ നമുക്കറിയാലോ, ദുരന്ത നിവാരണം നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചില സേനകളുണ്ട്. ആ സേനകൾ പ്രവർത്തിക്കുന്നത് പോലും അല്ലെങ്കിൽ അതിനെ രൂപീകരിച്ചിരിക്കുന്നത് പോലും ദുരന്ത നിവാരണത്തിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ്. മറ്റു പ്രവർത്തനങ്ങൾക്ക് അവർ ഉപയോഗിക്കാറില്ല. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 സേനകളൊന്ന് പരിചയപ്പെടാം. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF. പരീക്ഷയ്ക്ക് ചോദിക്കേ, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF 2006 NDRFന് രൂപം കൊടുത്തത്. 2006 NDRFന്റെ ആസ്ഥാനം അന്ത്യോദയ ഭവൻ, ന്യൂഡൽഹി. NDRFന്റെ തലവൻ ഡയറക്ടർ ജനറലാണ്. NDRFന്റെ ഡയറക്ടർ ജനറൽ. സാധാരണ ഒരു IPS ഉദ്യോഗസ്ഥനാണ് NDRFന്റെ തലവൻ ആകാറുള്ളത്. അപ്പോൾ ദേശീയ തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന സേനയാണ് NDRF. NDRF 2006 കാരണം 2005 നിയമം. അടുത്ത വർഷം NDRF വന്നു. അന്ത്യോദയ ഭവനാണ് ആസ്ഥാനം ന്യൂഡൽഹിയിൽ. ഡയറക്ടർ ജനറലാണ് ഇതിന്റെ മേധാവി. അതെപ്പോഴും IPS ഉദ്യോഗസ്ഥനായിരിക്കും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് NDRF പ്രവർത്തിക്കുന്നത്. അർദ്ധ സൈനിക വിഭാഗത്തിലെ സൈനികരെ ഉൾപ്പെടുത്തിയാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തുമുണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് SDRF. ദുരന്ത പ്രതികരണത്തിനുള്ള ഡെഡിക്കേറ്റഡ് ഫോഴ്സ് ആണ് സംസ്ഥാന ദുരന്ത നിവാരണ സേന SDRF. ഈ സേനയെ സംസ്ഥാന പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് SDRFന്റെ ആസ്ഥാനം തെറ്റിക്കരുതേ. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ആകെ 100 അംഗങ്ങളുള്ള ഈ സേന ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സേനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആണ്. ഒരു SP-യുടെ നിർദ്ദേശത്തിലായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് ഈ സേനയെ നിയോഗിച്ചിട്ടുള്ളത്. ദേശീയ ദുരന്ത നിവാരണ സേനയാണ് ഇതിലെ അംഗങ്ങൾക്ക് പരിശീലനം കൊടുക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ സേനയാണ് SDRF. നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്നത് പാണ്ടിക്കാട്, മലപ്പുറം. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം മിനിസ്ട്രിയുടെ കീഴിലുള്ള വകുപ്പിലാണ് ഇത് വരുന്നത്. പക്ഷേ SP ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും അംഗങ്ങൾ എത്തിയിട്ടാണ്. സന്നദ്ധ സേന 2018 കേരളത്തിൽ പ്രളയം നടന്നു നമ്മൾ ആദ്യം പഠിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടത്. ആ 18-ലും 19-ലും അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രളയം ഉണ്ടായിരുന്നു. 18-ന്റെ അത്രയും വലുതല്ലായിരുന്നെങ്കിലും ആ 2 സമയത്തും സാധാരണക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെ ഒക്കെ പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മുടെ ദുരിത നിവാരണം നടന്നത്. അന്ന് സർക്കാരിൻ്റെ ബുദ്ധിയിൽ തോന്നിയൊരു കാര്യമാണ് സാധാരണക്കാർക്ക് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സേന രൂപീകരിക്കുക. നമുക്കത് രജിസ്റ്റർ ചെയ്തിടാം, നമുക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടും. ദുരന്തം നടക്കുന്ന സമയത്ത് നമ്മളെ ഇൻഫോം ചെയ്യും. നമ്മൾ സർക്കാരിൻ്റെ പാർട്ടായിട്ട് നിന്നുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അതിൽ പങ്കാളിത്തം ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ വരുന്ന സേനയാണ് സന്നദ്ധ സേന. സന്നദ്ധ സേന വരുന്നത് 2020 ജനുവരി 1-നാണ്. സന്നദ്ധ സേന വരുന്നത് 2020 ജനുവരി 1-നാണ്. കേരള സർക്കാർ സാമൂഹിക സന്നദ്ധ സേന സൃഷ്ടിക്കുകയും അതിനായി ഒരു ഡയറക്ടറേറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനായി രൂപീകരിച്ച ഓൺലൈൻ പോർട്ടലാണ് കേരള സന്നദ്ധ സേന. ദുരന്ത സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്നദ്ധ സേവനങ്ങളിലൂടെ ജനങ്ങളെ സഹായിക്കുക എന്നതാണ് സന്നദ്ധ പോർട്ടൽ ആരംഭിച്ചതിൻ്റെ ലക്ഷ്യം. ഇനി ദുരിതാശ്വാസ ഫണ്ട്. സാധാരണ നമ്മൾ ദുരന്തം നടക്കുന്ന സമയത്തെല്ലാം കേൾക്കുന്നതാണ് ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച്. കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്നാണ് ഇതിനെ പറയുന്നത്. പ്രതിപാദിക്കുന്നത് ഈ നമ്മുടെ 2005 നിയമത്തിലെ 48 ക്ലോസ് എയിലെ സബ് ക്ലോസ് എയിലാണ്. 48 ക്ലോസ് 1-ലെ സബ് ക്ലോസ് എയിലാണ് ഓരോ സംസ്ഥാനങ്ങളിൽ ദുരന്ത പ്രതികരണ നിധി വേണമെന്ന് പറയുന്നത്. അംഗീകൃത ദുരന്തങ്ങളിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ദുരിതാശ്വാസ സഹായത്തിന് അർഹതയുണ്ട്. പോലീസിന്റെ FIR പരിശോധിച്ചാണ് KSDRFൽ നിന്ന് ധനസഹായം നൽകുന്നത്. ദേശീയ തലത്തിൽ അംഗീകരിച്ച ദുരന്തങ്ങൾക്കും സംസ്ഥാന സവിശേഷ ദുരന്തങ്ങൾക്കും KSDRFൽ നിന്നും ധനസഹായം നൽകുന്നു. 13ാം ധനകാര്യ കമ്മീഷൻ ഡോക്ടർ വിജയ് എൽ കോൽക്കർ ശുപാർശ പ്രകാരമാണ് SDRF രൂപീകരിച്ചത്. SDRFിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് 75% സംഭാവന ചെയ്യുന്നു. പക്ഷേ യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് 90% സംഭാവന ചെയ്യും. ഇതാണ് സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ട്. അപ്പം 48 സെക്ഷൻ 48-ലാണ് ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. അംഗീകൃത ദുരന്തങ്ങളിൽ മരണമടഞ്ഞവർക്കും ആശ്രിതർക്കൊക്കെയാണ് ഇതിൽ നിന്ന് ഫണ്ട് നൽകുന്നത്. പിന്നെ പോലീസിന്റെ FIR പരിശോധിച്ചിട്ടായിരിക്കും നൽകുന്നത്. ധനസഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. 75% സാധാരണ ലഭിക്കാറുള്ളൂ. യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ 90% ലഭിക്കും.